ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ധന്യമായ നാമം എല്ലായ്പ്പോഴും മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിൽ കൂടി അത് വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ നാം കഴിഞ്ഞ ദിവസം 84-ാം സങ്കീർത്തനത്തിലെ ആ മനോഹരമായ ധ്യാനചിന്തകൾ കൂടെ നമ്മൾ കടന്നുപോയി. മാലാഖി പ്രവചനത്തിൻ്റെ അവസാനം പറയുന്നത്, ദുഷ്ടന്മാർക്കൊക്കെയും അഹങ്കാരികൾക്കൊക്കെയും അവർ താളിടിയായി ശേഷിക്കുന്നു. എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്ന ജനത്തിന് നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കുമെന്നുള്ള പ്രത്യാശയോടെയാണ് പഴയ നിയമത്തിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത്. അവിടെയും ഒരു പ്രവാചകന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അവിടെ തുടർന്ന്. ഡാർക്ക് ഏജസ് എന്ന് പറയും. കുറേ നാൾ ഇസ്രായേലിൽ പ്രവാചകന്മാരുടെ കാലമൊക്കെ അസ്തമിച്ചു പോയി ഇരുണ്ടിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയും. ആ കാലത്താണ് യോഹന്നാൻ സ്നാപകൻ വരുന്നതും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നുള്ള സദ്വർത്തമാനം ആഹ്വാനം ജനത്തിന് നൽകുകയും ജനതതികളെല്ലാം അടുത്തു വരികയും തങ്ങളുടെ പാപവഴികളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരികുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രകാരം പുതിയ നിയമത്തിൻ്റെ ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിന് വഴിയൊരുക്കുവാനായിട്ട് യോഹന്നാൻ സ്നാപകൻ വന്നു. അവിടെ മടങ്ങി വരുവാനുള്ള ഒരു ആഹ്വാനമാണ് യോഹന്നാൻ സ്നാപകൻ കൂടെ നടത്തിയത്. ഇവിടെയും ഈ സങ്കീർത്തനം പ്രവാസകാലത്ത് അവർ അനുദപിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വന്നു. ദൈവം മടക്കി വരുത്തി. പ്രവാസം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ ദൈവം അകപ്പെടുത്തും. ദൈവം എല്ലാവരെയും ശിക്ഷിക്കുന്ന ദൈവം ഇസ്രായേലിനെ ശിക്ഷിക്കുകയില്ല എന്നല്ല. നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വിജാതീയരെ എപ്രകാരമെല്ലാം ശിക്ഷിക്കുന്നു അതിനേക്കാൾ കഠിനമായിട്ടാണ് തൻ്റെ ജനത്തെ ദൈവം അവർ തെറ്റിപ്പോകുമ്പോൾ ശിക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് ശിക്ഷ നൽകാത്തൊരു ദൈവമല്ല, പക്ഷേ ശിക്ഷ രക്ഷയിലേക്ക് നടത്തുന്ന അതിനായിരിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം ശിക്ഷ അയക്കുന്നത്. ഇവിടെ യഥാസ്ഥാനപ്പെടലിനായുള്ള ഒരു പ്രാർത്ഥനയാണിത്. പ്രവാസകാലത്ത് നിന്നും ദൈവം മടങ്ങി വന്നു. പല പ്രവാസങ്ങളിലേക്ക് അവർ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ജനം തെറ്റ് ചെയ്തോ അപ്പോഴെല്ലാം അവർ ദൈവം മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് കഠിനവും ക്രൂരതയും എല്ലാം ഏറ്റിട്ട് അവർ ചിന്തിക്കും, അനുദപിച്ചിട്ട് അവർ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവരെ ദൈവം പരിപാലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് സങ്കീർത്തനം അത് കുറച്ച് വാക്യങ്ങൾ ആദ്യം വായിക്കാം. അവിടെ പറയുകയാണ്, യഹോവേ നീ നിൻ്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു. കണ്ടോ, അവിടെ ദൈവം കടാക്ഷിച്ചു എന്ന് പറയുകയാണ്. യാക്കോബിൻ്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. പ്രവാസത്തിലായിരുന്നു, അവിടെ ദൈവം തിരിച്ചു വരുത്തി. ദാനിയേലൊക്കെ പ്രവാസകാലത്ത് രചിച്ചതാണ് ദാനിയേൽ പ്രവാചന പുസ്തകമല്ല. യെരമ്യാവ്, അതുപോലെ ഓരോരുത്തരും ആ പ്രവാസത്തെക്കുറിച്ച് മുൻ പറയുകയും പ്രവാസത്തിലേക്ക് പോവുകയും അതിന് മടങ്ങി വരുത്തുമെന്നൊക്കെ പ്രവചനാത്മകമായി പറയുന്നുണ്ട് പ്രവാചക പുസ്തകങ്ങളിലൊക്കെ. ഇവിടെ പറയുകയാണ്, യാക്കോബിൻ്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. നിൻ്റെ ജനത്തിൻ്റെ അകൃത്യം നീ മോചിച്ചു, അവരുടെ പാപമൊക്കെ നീ മൂടിക്കളഞ്ഞു. നിൻ്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു, നിൻ്റെ ഉഗ്രോകോപം നീ വിട്ടു തിരിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളോടുള്ള നിൻ്റെ നീരസം മതിയാക്കണമേ. നീ എന്ന് ഞങ്ങളോട് കോപിക്കുമോ? തലമുറയോളം നിൻ്റെ കോപം ദീർഘിച്ചിരിക്കുമോ? നിൻ്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? യഹോവയെ നിൻ്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിൻ്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. ഇവിടെ യഥാസ്ഥാനപ്പെടുമ്പോൾ ആ പ്രാർത്ഥനയിൽ മുഴുവനായിട്ട് പറയുക. അതായത് ഞങ്ങൾ തിരിച്ചു വന്നു, പക്ഷേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം, റീസ്റ്റോർ ചെയ്യണം. അത് ജീവിത ക്രമീകരണങ്ങളാണ്. എവിടെയെല്ലാം തെറ്റിപ്പോയി എന്ന് കണ്ടെത്തിയിട്ട് ആ തെറ്റിനെ ഏറ്റുപറഞ്ഞ് അകൃത്യങ്ങളെയൊക്കെ ഏറ്റുപറയുകയാണ്. അങ്ങനെ നമ്മൾ അനുതാപത്തോടെ ഏറ്റുപറയുമ്പോൾ ദൈവം ക്ഷമിക്കുന്നതാണ്. അവിടെ രണ്ടാമത്തെ ഭാഗം, നിൻ്റെ ജനത്തിൻ്റെ അകൃത്യം നീ മോചിച്ചു, അവരുടെ പാപമൊക്കെ നീ മൂടിക്കളഞ്ഞു. ഈ ക്രൂശ് എന്ന് പറയുന്നത് തന്നെ അകൃത്യം ക്ഷമിച്ച, പാപമെല്ലാം മൂടിക്കളഞ്ഞ സ്നേഹം. പക്ഷെ അതിനെന്താണ്? നമ്മുടെ തെറ്റുകളെ തിരിച്ചറിയുന്നത്. നമ്മുടെ തെറ്റുകളെ തിരിച്ചറിയുന്നവനാര്, ഗ്രഹിക്കുന്നവനാര് എന്ന് 10-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്. അതുകൊണ്ട് തെറ്റുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കറിയാം, ഈ ചില രോഗങ്ങളൊക്കെ തീവ്രമായിട്ട് വരുമ്പോൾ അത് തിരിച്ചറിയുമ്പോൾ അത് അനുഗ്രഹമാണ്, തിരിച്ചറിയുന്ന അനുഭവം. ഇവിടെ അതുപോലെ പാപരോഗങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അവർ യഥാസ്ഥാനപ്പെടുക. ദൈവം ക്രോധം മുഴുവനും അടക്കിക്കളഞ്ഞു, ഉഗ്രോകവും വിട്ടുതിരിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവർ പ്രാർത്ഥനയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായതെന്ന് പറയുന്നത്. ഞങ്ങളെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. നിങ്ങളോടുള്ള നിൻ്റെ നീരസം മതിയാക്കണമേ.
നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടത് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയല്ലോ. യഹോവയെ നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. ഇവിടെ അവർ തിരിഞ്ഞു വന്നുവെങ്കിലും ആ ദൈവത്തിൻ്റെ ആ സന്തോഷവും ദൈവികമായ സന്തോഷവും ഒന്നും അവർക്ക് ലഭ്യമായിട്ടില്ല. അപ്പോൾ അവർ ദൈവത്തോട് പറയുക, കർത്താവേ, ഞങ്ങളോടുള്ള നീരസം നീ മതിയാക്കണം, നിന്റെ ആനന്ദം ഞങ്ങൾക്ക് തരച്ചുണ്ട്. രക്ഷയുടെ ആനന്ദം എന്ന് പറയും, രക്ഷയുടെ സന്തോഷം എന്നൊക്കെ ദാവീദ് പറയുന്നില്ലേ. അപ്പോൾ ആനന്ദം തിരിച്ചു തരണമേ. ഇത് അനുസരണക്കേടൊക്കെ കാണിക്കുമ്പോൾ മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമയത്തേക്കൊരു മ്ലാനതയാണ്, പിന്നെ അത് റീസ്റ്റോർ ചെയ്യണം. പിന്നെ അത് പയ്യെ അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്ങനെയോ നമ്മൾ റീസ്റ്റോർ ചെയ്യും. പഴയ ബന്ധത്തിലേക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു വരും. അവർ അത് ശിക്ഷണം നല്ലത് തന്നെയാണ്, ആത്മാർത്ഥമായ ശിക്ഷണം തന്നെയായിരുന്നു. എങ്കിലും ആ ശിക്ഷണമൊക്കെ തിരിച്ചറിഞ്ഞ് ഒരു യഥാസ്ഥാനപ്പെടും. ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് അത് എങ്ങനെയോ ചെന്നപ്പെടുന്നു. പിന്നെയും അത് യഥാസ്ഥാനപ്പെടുന്നതായിട്ട് കാണുന്നത്. ഇത് തന്നെയാണ് ദൈവസന്നിധിയിൽ നമ്മൾ എപ്പോഴെല്ലാം ദൈവത്തിൽ നിന്ന് നമ്മൾ ദൈവത്തിന് അനിഷ്ടമായി ചെയ്യുന്നു, അത് സ്നേഹമുള്ള ഒരു ദൈവമാണ് അല്ലേ. സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ ഫലമെന്ന് സദൃശവാക്യത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ദൈവം നമ്മളുടെ വിശ്വസ്തനാണ് നമ്മുടെ മേൽ. അതുകൊണ്ട് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം നമ്മളായിത്തീരണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു. അത് ഒരു സൃഷ്ടിയെക്കുറിച്ച് സൃഷ്ടാവിൻ്റെ ആഗ്രഹം ഒരിക്കലും തെറ്റല്ല. അങ്ങനെയൊക്കെ അത് ആഗ്രഹിക്കാത്തവരാണ് ഒരു സൃഷ്ടാവില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ സ്വാതന്ത്ര്യ ജീവിതത്തിലേക്ക് പോകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമല്ല. അവരെന്തെല്ലാം ചെയ്യുമ്പോഴും അന്തരംഗത്തിലൊരു ഉൾബോധ്യമുണ്ട്, ഇല്ല, എല്ലാറ്റിനും ഒന്നുണ്ട് എന്ന്. അത് തിരിച്ചറിഞ്ഞ് മടങ്ങി വരുവാൻ സാധിച്ചാൽ വളരെ മനോഹരമായിരിക്കും. ഇവിടെ പറയുകയാണ്, നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറകളോട് നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? ദൈവം ദിവസം പ്രതി കോപിക്കുന്നു, മനം തിരിയുന്നില്ലെങ്കിൽ അവൻ നിന്റെ വാളിന് മൂർച്ച കിട്ടുമെന്ന് മറ്റൊരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ദൈവം കോപിഷ്ഠനായ ദൈവം കോപിക്കുന്ന എന്തിനാണ്? മനം തിരിയാനായിട്ടാണ്. കോപം അതിൽ തന്നെ കോപിച്ചാലും പാപം ചെയ്യരുത് എന്ന സങ്കീർത്തനത്തിലെ ഒരു വ്യാഖ്യാനം അതിങ്ങനെ വരും. 4-ാം സങ്കീർത്തനത്തിൽ കോപിപ്പീൻ പാപം ചെയ്യാതിരിപ്പീൻ. നല്ല കോപമുണ്ട്, എന്നാൽ അത് പാപത്തിനുള്ള കോപമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നത് മടങ്ങി വരവിനും യഥാസ്ഥാനപ്പെടുന്നതിനുള്ളൊക്കെ ആഹ്വാനമാണ് ദൈവത്തിൻ്റെ ക്രോധം എന്ന് പറയുന്നത്. മനസ്താപപ്പെട്ട് കഴിയുമ്പോൾ മടങ്ങി വന്നു കഴിയുമ്പോൾ ആ കോപമില്ല. പക്ഷേ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നടത്തണമെന്നാണ് അവർ പ്രവർത്തിക്കുന്നത്. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ട, നിന്നെ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയല്ലോ. ദൈവത്തിൽ ആനന്ദിക്കുക. യഹോവയെ നിൻ്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിൻ്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. യഹോവയെ ദൈവം അരുളിച്ചെയ്യുന്നത് ഞാൻ കേൾക്കും. അപ്പോൾ ഇവിടെ തിരിച്ച് മനസ്സിനേക്കാടൊക്കെ മാറി ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങുകയാണ്. ഒരു ഭക്തൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ കേൾവി എന്ന് പറയുന്നത് ഒറ്റക്കണ്ണനായോ അല്ലെങ്കിൽ മുടന്തനായോ അല്ലെങ്കിൽ പറയും, നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായി ചൂഴ്ന്നെടുത്ത് കളയുക, 2 കൈയുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കൈയനായി ജീവന് കിടക്കും നല്ലത്, 2 കാലുള്ളവൻ അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ മുടന്തനായി ജീവന് കിടക്കും നല്ലതെന്നൊക്കെ പറയും. പക്ഷേ അവിടെ കാതിൻ്റെ കാര്യം പറയുന്നില്ലെന്ന് പറയുന്നത്. കാരണം കേൾക്കാനൊരു ഭാഗ്യം, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മടങ്ങി വരുവാനുള്ള ഒരു ആഹ്വാനത്തിനാണ് അവിടെ പറയുന്നത്. യഹോവയുടെ അരുളിച്ചെയ്യുന്നത് ഞാൻ കേൾക്കും, അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കണം, അവൻ നിൻ്റെ ജനത്തോടും നിൻ്റെ ഭക്തന്മാരോടും സമാധാനമരുളും. വീണ്ടും തിരിയാതിരിക്കണം. ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തൻ്റെ ജനത്തോടും നിൻ്റെ ഭക്തന്മാരോട് സമാധാനമരുളും അല്ലേ. ഈ പോലെ ആ ശിക്ഷണം ഉണ്ടെങ്കിലും പിന്നെ നീണ്ടു നിൽക്കുന്നില്ല, അത് യഥാസ്ഥാനപ്പെടുക. കാരണം നീണ്ടു നിന്നാൽ അത് ദൂഷ്യമായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയരുത്. അപ്പോൾ അവിടെ ദൈവം അവിടെ സമാധാനമായിട്ടുള്ളതാണ്. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവൻ്റെ രക്ഷ അവൻ്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു എന്ന് ചെയ്യും. ദയയും വിശ്വസ്തയും നമ്മൾ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും നമ്മൾ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്ത് നോക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ മഹത്വം ദേശത്തിൽ വസിക്കേണ്ടതിന്. ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ മഹത്വം അത് ദർശിക്കുവാൻ, മറ്റുള്ളവർ നമ്മളിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ, നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ. യശയ്യാപ്രവാചകനൊക്കെ ദൈവത്തിൻ്റെ മഹത്വം കാണുമ്പോഴാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് തങ്ങളെ തന്നെ കാണുന്നത്. ദൈവത്തിൻ്റെ ദർശനം എപ്പോഴെല്ലാം നമുക്കുണ്ടാകുന്നു അപ്പോഴെല്ലാം നമുക്ക് ആ ഒരു ശുദ്ധീകരണ പ്രക്രിയ നമ്മൾ നടക്കുക. നമ്മൾ അവനോട് സദൃശന്മാരാകാൻ, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നമ്മൾ നിർമ്മലരാകണമെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അവൻ്റെ രക്ഷ അവൻ്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ വിശ്വസ്തത അത് തമ്മിൽ എതിരേറ്റിരിക്കുന്നു. നീതിയും സമാധാനവും നമ്മൾ ചുംബിച്ചിരിക്കുന്നു. നീതിയുണ്ടോ സമാധാനമുണ്ട്.
അപ്പോൾ ഇതൊക്കെ വെച്ചാണ് ദൈവം എതിരേൽക്കുക. നമ്മൾ കാണും മുടിയൻ പുത്രൻ്റെ മടങ്ങി വരവിൽ ദൈവം ദൈവത്തിൻ്റെ ദയയാണ് അവനെ സംരക്ഷിക്കുന്നത്. അവൻ്റെ വിശ്വസ്തത. കാരണം അവൻ ഒരിക്കലും കൂലിക്കാരനായിട്ടല്ല, മകനായിട്ട് തന്നെ സ്നേഹിക്കുന്ന, അന്നും ആ വിശ്വസ്തനായി ആ പിതാവ് അവനെ കാത്തിരിക്കുകയാണ്. അത് വിശ്വസ്തതയാണ്. ഇനി തമ്മിലെതിരേറ്റിരിക്കുന്ന നീതിയും സമാധാനവും എന്ന് ചുംബിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നീതി വരികയാണ്. അവൻ്റെ അനീതിയെല്ലാം പോക്കി ആ മലിനപ്പെട്ട വസ്ത്രങ്ങളെല്ലാം മാറ്റി അവനെ പുതിയ വസ്ത്രം ധരിപ്പിക്കുക. അവൻ്റെ കാലിന് ചെരുപ്പ്, പഴയ നടന്നുപോയ ആ പാതയിലെല്ലാം മാറ്റി അതെല്ലാം കഴുകി വെടിപ്പാക്കി അവന് പുതിയ പാത, പുതിയ ചുവട്, പുതിയ കാൽച്ചുവട് കൊടുക്കുകയാണ്. പുതിയ ചെരുപ്പ് ധരിപ്പിക്കുന്നതിൻ്റെ കൈക്ക് മോതിരം, പുത്രത്വത്തിൻ്റെ അടയാളത്തിന് അവിടെ പറയുന്നത് നീതിയും സമാധാനവും നമ്മൾ ചുംബിച്ചു. അങ്ങനെ നീതി ലഭിക്കുമ്പോഴാണ് സമാധാനം ലഭിക്കുന്നത്, അല്ലേ? അനീതി ഉണ്ടെങ്കിലും അസമാധാനമാണ്. നീതിയുടെ ഫലം സമാധാനമെന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ നമ്മളോട് കാണുന്നുണ്ട്, അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും, നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയത്വവുമായിരിക്കും. അപ്പോൾ നീതിയുടെ പ്രവൃത്തി സമാധാനമാണ്, നീതിയുടെ ഫലം സമാധാനമാണെന്ന് പറയും. ഇപ്പം നീതി സമാധാനം നമ്മൾ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്ത് നോക്കുന്നു. യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളവ് തരികയും ചെയ്യും. അപ്പോൾ വിശ്വസ്തത, നമ്മളിൽ വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി സ്വർഗത്ത് നോക്കും. അങ്ങനെ യഹോവ നന്മ നൽകും, നമ്മുടെ ദേശം വിളവ് തരികയും ചെയ്യും. നീതി അവന് മുമ്പായി നടക്കുകയും അവൻ്റെ കാൽച്ചുവടുകളുടെ വഴി നോക്കുകയും ചെയ്യും. എപ്പോഴും ദൈവം നീതിമാനെയാണ് നീതിമാനായി തീരാനാണ് നമ്മൾ. നീതിമാൻ ആരുമില്ല എന്ന് ദൈവം പറയുന്നുണ്ട്. എന്നാൽ അവനെ കൈവിട്ട് കളയുന്നില്ല. നീതിയിലേക്ക് തിരിയാൻ, അനേകരെ നീതിയിലേക്ക് മടക്കി വരുത്താനാണ്. യോഹന്നാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, അവനെ മടക്കി വരുത്തുക. നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ വഴിതെറ്റിഞ്ഞു പോയവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന. അപ്പോൾ അതിയോടെ നമ്മൾ ഈ സങ്കീർത്തനത്തിൽ കാണുന്ന ഒരു ഇതാണ് റീസ്റ്റോറേഷൻ. ആ വാക്കാണ് നല്ലത്. യഥാസ്ഥാനപ്പെടലിനുള്ള ആഗ്രഹം. മടങ്ങി വന്നു, പക്ഷേ ആ ഒരു ദൈവിക ബന്ധത്തിലും ദൈവിക രക്ഷയുടെ സന്തോഷത്തിലും എല്ലാം ആ പൂർണ്ണതയിലായി തീരുവാനുള്ള വാഞ്ചയാണ് ഈ സങ്കീർത്തനത്തിന് ഏറ്റവും മനോഹരമായ ഒരു കാതൽ എന്ന് പറയുന്നത്. അവിടെ പറയുകയാണ്, യഹോവ നന്മ നൽകും, നമ്മുടെ ദേശം വിളവ് തരികയും ചെയ്യും. ഇതെല്ലാം നമ്മൾ ആത്മീയമായി നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആത്മഫലമുള്ളവരായിരിക്കാം. നമ്മൾ പറയുന്നുണ്ട്, തിരുവഴുത്തിൽ അപ്പോസ്തലൻ കാണുന്നുണ്ട്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണമെന്ന്. മാനസാന്തരത്തിൽ പെട്ടുപോകുന്ന പ്രവൃത്തികളാൽ കണ്ടു. യോന അവർക്ക് എതിരായിട്ട് പ്രസംഗിച്ചപ്പോഴും ആ നിനിവേയിലെ ജനം അവർ തങ്ങളുടെ പ്രവൃത്തികളാലൂടെ മാനസാന്തരം തെളിഞ്ഞു. മാനസാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ ആ മാനസാന്തരം വെളിപ്പെടണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണെന്ന് പറയുന്നുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മാനസാന്തരത്തിൻ്റെ ഫലം നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടുക, അത് ഫലമായിട്ട് വരിക. നീതിയുടെ ഫലം സമാധാനമായിട്ട്, ശാന്തത, ആ ആത്മഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അതിന് നമ്മളെ സഹായിക്കുന്നത്. അതിനെന്താണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിച്ചിട്ടല്ലാതെ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായ ഫലം കായ്ക്കാൻ കഴിയത്തില്ല. നമുക്കാർക്കും സ്വയമായ നല്ല ഫലങ്ങൾ കായ്ക്കാൻ കഴിയത്തില്ല. അങ്ങനെ കായ്ക്കുന്നവരുണ്ട് എന്ന് പറയുന്നവർ കാണും. പക്ഷെ അതെല്ലാം കയ്പിൻ്റേതും അത് നഞ്ചും ഒക്കെ ആയിരിക്കും. അത് ചിലപ്പോൾ ഈ ചില വിഷക്കായ്കളൊക്കെ കാണാൻ ഭയങ്കര മനോഹരമായിരിക്കും, പക്ഷേ അത് ഭയങ്കര വിഷമായിരിക്കും എന്ന് പറഞ്ഞ പോലെ. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിലാണ് നമുക്ക് ഫലങ്ങൾ കായ്ക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഗുണമല്ല. യേശുവിൽ നമ്മൾ വസിക്കുമ്പോൾ, യേശുവിൽ നമ്മൾ അനുവദിക്കുമ്പോൾ, യേശുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ, ആ കൊമ്പിനോട് ചേർന്നിരിക്കുമ്പോൾ മുന്തിരിവള്ളിക്ക് നമുക്ക് ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കുന്നൊരനുഭവം. അങ്ങനെ ചേർന്നിരിക്കാൻ, ദൈവത്തിൽ വസിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം നമ്മളെ വസിക്കുവാൻ, ദൈവകൃപകൾ അനുഭവിക്കാൻ ദൈവം നമുക്കിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേൽ ജനം അവരെപ്പോഴെല്ലാം അനുദപിക്കുമോ അവരെ മടക്കി വരുത്തുകയും അവരെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല ദൈവമായിരിക്കാൻ ഇന്നും ദൈവമേ അവിടത്തേക്ക് മാറ്റമില്ലാത്ത ഇന്നലെയും എന്നും എന്നേക്കും അനന്യായിരിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളിലും എപ്പോഴും നിന്നോട് ചേർന്ന് നിൽപ്പാൻ കൃപ തരണമേ. ആത്മഫലങ്ങളാൽ ഞങ്ങളെ അവിടുന്ന് സമ്പുഷ്ടമാക്കണമേ. ഇത് നാം ബോധപ്പെടുത്തുവായിട്ട് തന്നെ. ആമേൻ. കൃപാർദ്രം വെളിച്ചമായതും എൻ പാതയിൽ ഇരുളകന്നതും കുഞ്ഞാടാ ക്രൂശിൽ ചാഞ്ഞതും എൻ പാപം തൻ ശിരസിലേറ്റതും